വെള്ളം മുടങ്ങും. പൈപ്പ് ലൈനിൽ പണി നടക്കുന്നതിനാൽ ഈ ഭാഗത്തേക്കുള്ള വെള്ളം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. അതുകൊള്ളല്ലോ 2 ദിവസത്തിനിടയിൽ അത് ശരിയാക്കുമെന്നും വാട്ടർ അതോറിറ്റി പത്രക്കുറിപ്പിൽ പറഞ്ഞു. ബുദ്ധിമുട്ട് ഉള്ളവർ ഭയങ്കര സെറ്റപ്പ് തന്നെ കേട്ടോ. ഈ വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ മാറിയ മാറ്റേ നല്ല മാറ്റം. എന്തോന്ന് മാറ്റം? പഴയതുപോലെ തന്നെയാ, ഒരു മാറ്റം എനിക്ക് തോന്നണില്ല. സ്വിച്ച് ഇട്ടാ ബൾബ് കത്തും, ടാപ്പ് തുറന്ന വെള്ളം വരും. അതെന്ത് മാറ്റം? നിന്റെ ഇമാതിരിയുള്ള വർത്തമാനം കേൾക്കുമ്പോഴാണ് നിന്നെ ഒരിക്കൽ കൂടെ LP സ്കൂളിൽ വെച്ച് പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്ത് പറയുന്നു അതിന്റെ വിപരീതം മാത്രമേ നീ മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്താ തെറ്റ്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിട്ട് എന്താണ് പുതിയ മാറ്റമെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. പണ്ടെന്ന് പറഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമല്ല കറണ്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ടാപ്പ് തുറക്കുമ്പോഴാണ് നമുക്ക് അയ്യോ വെള്ളം ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയക്കും, ഇന്ന ദിവസം വൈദ്യുതി മുടക്കം. അതുപോലെ തന്നെ വെള്ളം എന്തെങ്കിലും അറ്റകുറ്റ പണികൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ പത്രക്കുറിപ്പിൽ ഇതുപോലെ പത്രക്കുറിപ്പ് നടക്കും. ഇതാണ് ഇപ്പൊ മാഷ് പറഞ്ഞു വലിയ മാറ്റം അല്ലേ. അങ്ങനെ ഒരു അറിയിപ്പുണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളം നാളെ മുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെള്ളം പിടിച്ചു വെച്ചൂടെ? കറണ്ട് നാളെ മുടങ്ങുന്ന അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കറണ്ടിലെ കൊച്ചു പണികളൊക്കെ ചെയ്ത് തീർത്തൂടെ? ഇതെന്ത് മാറ്റമല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. അല്ല ഞാൻ അറിയാൻ മേലാത്തന്നെ ചോദിക്കുവാണേ. അങ്ങോട്ടൊക്കെ ഈ സ്കൂൾ മാഷിനെയൊക്കെ കല്യാണം കഴിക്കണത് സമ്മതിക്കണോ അല്ലേ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അപ്പ ക്ലാസ് എടുക്കാൻ വേണ്ടി എന്തോന്ന് ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാന്ന് വെച്ചായ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പാവപ്പെട്ട പിള്ളേരെ സ്കൂളിൽ പോയി മെനക്കെട്ട് കുത്തിയിരുന്ന് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തികയണല്ലേ? വീട്ടിൽ വന്നിട്ട് എനിക്കും കൂടെ ക്ലാസ് എടുക്കണം, അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഒരു അധ്യാപകനെ ബഹുമാനിക്കാത്ത നിന്റെ അടുത്ത് വർത്താനം പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്തൊന്ന് ബഹുമാനിക്കേ? ഇത് ചെവിയാക്കാൻ പറ്റൂല്ലോ. എന്തെന്നാ സൗണ്ട്? ആ സുനി ചേച്ചിയുടെ വീട്ടില് പണിക്കാരിക്കണേ, അതുകൊണ്ട്. എന്താ അച്ചായൻ പോയി നോക്ക്. പിന്നെ എനിക്ക് അതിനല്ലേ നേരം? അച്ചായൻ അതിനല്ലേ നേരം, എന്നെ ഉപദേശിക്കാനല്ലേ ഇച്ചായന് നേരം. രാവിലെ അല്ല അധ്യാപകന്റെ അടുത്ത് ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ട? ആ 24 മണിക്കൂർ എന്നെ ഉപദേശം നടക്കുവാന്നല്ലോ, പിന്നെ അതൊക്കെ എങ്ങനെ ഓർമ്മ വരും? ടാപ്പില് വെള്ളം വന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞേക്കാം, വല്ല പ്ലംബറെ വിളിച്ചിട്ട് കാണിച്ചിട്ട് അവസാനം. അത് ഞാൻ സുരേഷിനെ വിളിച്ച് പറഞ്ഞാണല്ലേ. വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പോയി കാണണവരെ. അയാൾ വന്ന് നന്നാക്കാതെ അവസാനം വെള്ളം വന്നില്ല, ആ സമയത്തിന് ആഹാരം കിട്ടില്ല, നമ്മൾ എന്റെ മെക്കിട്ട് തരാൻ വരരുത്. നീ എന്റെ ഫോൺ ഞാൻ ഇവിടെ വെച്ചേ നേരത്തെ തോർത്ത് കൊടുത്തൊരു ഫോൺ എടുത്ത് താഴത്തെ പുഴയിൽ കുളിക്കും. ഭയങ്കര തമാശ. നൂറ്റാണ്ടിലോ അന്തം വിട്ട കോമഡി പറഞ്ഞിട്ട് ചോദിക്കണം നിങ്ങളെ ഫോൺ എവിടെയെന്ന്. വലിയ ഓർമ്മശക്തിയുള്ള മാഷല്ലേ, പോയി നോക്ക് വെച്ചെടുത്ത് എവിടെയാണെന്ന്. അവിടെ പ്രദക്ഷിണ ഇരിക്കാതെ വാ. ചായ എടുത്ത് കുടിക്കാതെ. ചായ വേറെ ആരും എടുത്ത് കുടിക്കില്ലേ? കുടിച്ചാലോ? നീ എടുത്ത് കുടിക്കോ? എനിക്ക് വേണ്ട. അപ്പാ ഇനി ടാപ്പിൽ വെള്ളം വന്നില്ല, ഇനി ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന നാടാ. എനിക്ക് വേണ്ടേ? എന്താ ചെയ്യാ? ഞാൻ പഠിപ്പിച്ച പയ്യനാ സുരേഷ്. ഹലോ സുരേഷ് കട്ടാക്കി. അത് ഇച്ചയും പഠിപ്പിച്ചോട്ടല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അത് നെറ്റ്വർക്കിന്റെ അല്ലേ, അവന്റെ കൈ തട്ടി അങ്ങനെ പോയതായിരുന്നു. ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ചിരിച്ചത്. ആ സുരേഷ്, ടോമി സാറാണേ. നീ രാവിലെ ആ പൈപ്പ് നന്നാക്കാന്ന് വരാന്ന് പറഞ്ഞല്ലേ, സമയത്തടായി? അയ്യോ ആണോ? അതിപ്പോ അങ്ങനെ പറഞ്ഞ രാവിലെ. എടേ ഹലോ, പഠിപ്പിച്ചു വിട്ട മഹാനായ പ്ലംബർ എന്തോ പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്നാണ് ആ സർക്കിൾ ആഫീസിൽ നിന്ന്. ആ CI വിളിച്ചിട്ട് അവിടുത്തെ സ്റ്റേഷനിലെ പൈപ്പ് എന്താ പൊട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളാ കൂടെ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു. ഇനിയിപ്പോ ഇന്നത്തെ ദിവസം അവനെ പ്രതീക്ഷിക്കണ്ട. ഇച്ചയും പഠിപ്പിച്ച് വിട്ടു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് സംഭവിക്കുള്ളൂ. അതിങ്ങനെ കണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കാലത്ത് ഈ സമൂഹത്തിൽ ഡോക്ടർമാരെ എഞ്ചിനീയറെ ആവശ്യം പോലെ കിട്ടും. പക്ഷെ ഇമാരി ഈ തൊട്ട് ഉള്ള ഈ പണിക്കുള്ള ആളുകളാണ് കിട്ടാത്തത്. എന്താ കാര്യം എന്നറിയാം? അറിയാം. ഇച്ചയും പഠിപ്പിച്ചോട്ടെ എല്ലാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി. ഒരെണ്ണം തന്നാ ഉണ്ടല്ലോ. ദേഷ്യപ്പെടല്ലേ മുത്തേ, പുറത്താരും ഒന്ന് പോയി നോക്ക്. അയ്യോ നീ ആയിരുന്നാടെ? എന്ത് ചാത്ത സഞ്ചിയൊക്കെ ആയിട്ട്? ടാങ്ക് എവിടെ? ഈ വീട്ടിലെ ടാങ്ക് എവിടെയെന്നു? സ്വപ്നേട്ടനാ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി?
എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പ്ലംബർ വിളിക്കാൻ നീ അവൻ്റെ അടുത്ത് പിന്നെ ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞില്ലേ എന്തായാലും ഇച്ചായന്റെ വിദ്യാർത്ഥി ഇങ്ങോട്ട് വരൂലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. നിർഭാഗ്യവശാൽ ഇച്ചായം പഠിപ്പിച്ചോട്ടെ എല്ലാ വിദ്യാർത്ഥികളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും. വെള്ളിമുഖ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ പിടിച്ചോണ്ടിരുന്നു. പിന്നെയാണ് പ്ലംബർ. കളിയാക്കൽ വേണ്ട. ഇംഗ്ലീഷൊക്കെ പറയൂടെ നീ? ഇവിടെ ടാങ്ക് എവിടെ പറ. അതിന് പ്ലംബർ എവിടെ? പ്ലംബർ എവിടെ? വരാനില്ല, ഞാൻ നിൽക്കണ. ഞാൻ നീയാ പ്ലംബർ? പിന്നെ എന്താ ടൂൾസ്? എടാ അതുപോലെ ചുമേരെ പിടിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ നീ പ്ലംബിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്? ചുമ്മാ കിടന്ന് ചലക്കാതെ മാറില്ല. പണിയാ വന്നാ പണി കിട്ടും. മാറ്, വഴിവിട്. ഇവിടെ തള്ളിക്കൊണ്ട് പോവേണ്. കണ്ട ഞാൻ വിളിച്ച ഉടനെ ടൂൾസും കൊണ്ട് വന്നണ്ട. അതാണ് സ്നേഹം. ടൂൾസ് കൊണ്ടുവരാൻ ഗുണ്ടേ. ഇവന് പണി വല്ലതും അറിയാമോ? ഞാൻ ഒന്നും പറയണില്ലേ. സ്വപ്നയുടെ നിക്കണോടെ ഒന്നും പറയണില്ല. ഇന്നത്തെ ദിവസം ബന്ധുവാണ് പ്രശ്നം. എല്ലാ ദിവസവും ഇതാണ് പ്രശ്നം. അടി അതെ എന്തുള്ളു കാണിക്കണം. മാറങ്ങോട്ട്. എന്താ ഇവന്റെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ എന്ത് പറകെ ഇങ്ങോട്ട് വന്നത്? എന്റെ ബന്ധുക്കളുടെ ആരെങ്കിലും പുതിയ കുറ്റം വല്ലോ കാണി പിടിച്ചു ചോദിച്ചാ? അങ്ങനെ കുറ്റം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരെ ഉള്ളൂ. എന്നാ ഇരിക്കണം. ഇവന് ജോലിയൊക്കെ അറിയാം. സ്വപ്നേട്ടനാ പണി എല്ലാം അറിയാം. പുറത്തൊരു പണി പഠിച്ചതല്ലേ. പിന്നെ 10-12 ദിവസം പോയി പണി പഠിച്ചാൽ ഉടനെ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. പിന്നെ ഈ 10-12 ദിവസം കൊണ്ട് പണി നിർത്തിയതിന് കാരണമുണ്ട്. എന്റെ ഇച്ചായ സ്വപ്നേട്ടൻ പറയുവാന്നേ, ഈ പ്ലംബിങ്ങിന് പോകുമ്പോഴത്തേക്കും ഈ പൈപ്പ് മുറിക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ, കിർ 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 അങ്ങനെ. അത് കേൾക്കുമ്പോഴല്ലേ സ്വപ്നേട്ടന്റെ രോമാഞ്ചം വരുമെന്ന്. ആന്ന് ചിരിക്കാൻ പറയുന്നല്ല. എന്നിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു. അത് ഇവന് മാത്രമേ ഉള്ളൂ? അവന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഉണ്ട്? സ്വപ്നേട്ടന് മാത്രമേ ഉള്ളൂ. അത് പണിക്ക് പോകുമ്പോൾ മാത്രം. അതല്ലേ പ്രശ്നം. പണിക്ക് പോകുമ്പോ അവന് അസ്വസ്ഥത വരും. എന്നെ നിന്റെ സ്വപ്നമാറായിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കേണ്ടവനല്ലേ? വേണം. അപ്പൊ അവന് ജോലിക്ക് പോണ്ടേ? ജോലിക്ക് പോയാലേ ശമ്പളം കിട്ടുള്ളൂ. പെൻഷൻ ഉണ്ടല്ലോ അമ്മാവന്റെ. ഇതാണ് നിന്റെ കുഴപ്പം. അവൻ ഉത്തരവാദിത്തമായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ ഒരു കുടുംബമായിട്ട് കഴിയേണ്ടവനാണ്. അപ്പോൾ നീയും പറഞ്ഞു കൊടുക്കണെന്ന് പറഞ്ഞാൽ അവന്റെ അപ്പന്റെ പെൻഷൻ ഉണ്ടാകുന്നു. പിന്നെ അവൻ ദേഹവനെ അയ്യോ 100 ആയുസല്ലേ. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് മുകളിലോട്ട് പോയല്ലോ. പൈപ്പ് ശരിയായ പൈപ്പിൽ വെള്ളം വന്നാ നോക്ക്. ഇപ്പുറത്തത് അതുപോലെ അത് ആദ്യമായിട്ടാണ് വെള്ളം കാണുന്നത്. ഉള്ളവരുടെ നീ ആള് ചില്ലറക്കാരനല്ലല്ലോ സ്വപ്ന. ഇതെങ്ങനെ ശരിയാ? ഇതൊക്കെ എന്ത് ഈ സ്വപ്നവുമായി വിചാരിച്ചല്ലേ? ഇതല്ല ഇതിനപ്പുറവും. ഇതൊക്കെ വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ലേ? ഇതെന്തായിരുന്നു കംപ്ലൈന്റ്? കംപ്ലൈന്റ് എന്തായിരുന്നു? അത് നമ്മൾ പ്ലംബർമാരുടെ ട്രേഡ് സീക്രട്ടാണ്. യുവമാരെ പോലുള്ള പ്ലംബർമാർക്ക് ഒരുപാട് സീക്രട്ടുകളുണ്ട്. വിനോദമുള്ള ഇതുപോലുള്ള സ്ഥലത്ത് പോകുമ്പോഴേ പോണ പോക്കൽ നോക്കി വെച്ചിട്ട് വാലോ അങ്ങ് അടച്ചു വെച്ചേക്കും. പിറ്റേ ദിവസം വന്നിട്ട് അതൊക്കെ തുറക്കും. എന്നിട്ട് പറയും ഭയങ്കര പ്രശ്നമായിരുന്നു. എടാ സത്യം പറ, നീ ഇന്നലെ രാത്രി ഇതിന്റെ വാൽവ് ഒന്ന് അടച്ചു, ഇന്ന് രാവിലെ വന്നിട്ട് ഇത് തുറന്നു, എന്നിട്ട് പറഞ്ഞ എന്താ കംപ്ലൈന്റ്? ഒന്നുമില്ല, സ്കൂൾ മാഷാണ് നിങ്ങൾ. ആ രീതിയിലുള്ള തമാശ പറയണേ. ഇതൊരുമാതിരി തരണ്ടാന്ന രീതിയിൽ അതൊന്നുമല്ല കാര്യം. പിന്നെ എന്തായിരുന്നു? ഇതെല്ലാം കൂടെ നിങ്ങൾ ഈ ടാങ്കിലെല്ലാം കൂടെ വെള്ളം എല്ലാം കൂടെ നിറഞ്ഞു, ആ അഴുക്കെല്ലാം കൂടെ നിറഞ്ഞ് എല്ലാം കൂടെ ബ്ലോക്ക് ആയിരുന്നു. ഞാൻ പോയി വളരെ കഷ്ടപ്പെട്ട്. വെള്ളം അമൂല്യമാണ് കേട്ടോ, എടുത്ത് കുഴിച്ച് കളയാനല്ല. വളരെ കഷ്ടപ്പെട്ട് അഴുക്കൊക്കെ മാറ്റിയെടുത്തതാണ്. അപ്പൊ എന്തായിരുന്നാലും വെള്ളം കിട്ടിയല്ലേ? ഇവന്റെ കാര്യം പറഞ്ഞിട്ട് സമയം പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാൻ സമയം ഒന്നും പറയില്ല. ചായ എടുക്കാമേ? പൈപ്പ് ശരിയാക്കി തന്നെയല്ലേ? പിന്നെ എനിക്കൊരു രഹസ്യം പറയാനുണ്ടേ. അയ്യ അതൊന്നും അല്ലെന്ന്. പിന്നെ എന്താണ്? ഞാൻ കഴിക്കാൻ പോണം. ഗ്യാസ് തീർന്നു കേട്ടോ. എന്തോ കല്യാണം കഴിക്കാൻ പോണം. ഞാനാ ഇന്നലെ പെണ്ണ് കാണാൻ പോയി. പെണ്ണിന് എന്നെ ഇഷ്ടപ്പെട്ടു. പെണ്ണിന് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം കേട്ടാ. അതിലൊരു പ്രശ്നമുണ്ട്. മിക്കവാറും ഈ കല്യാണം ടോമയ്ക്കാളിനാറ്റ് മുടക്കും. പോയേട്ടാ, ഞാൻ മുടക്കത്തൊന്നുമില്ല.
ഇച്ചാനടുത്ത് ഞാൻ പറയാന്നേ. അയ്യോ അങ്ങനെയൊന്നും പറയരുതേ. എന്റെ എത്ര കല്യാണം എന്നറിയാമോ ഇതുവരെ മുടങ്ങിയിട്ടുള്ളത്? ഇതുവരെ മുടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചാ 30-31. ഇപ്പൊ അത് എണ്ണാണ് ഇപ്പൊ കണക്ക്. ചേട്ടനല്ലേ ചോദിച്ചത്? ഇതെങ്കിലും എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ സ്വപ്നയുടെ കല്യാണം മുടക്കിന് കാരണം ഇച്ചാനൊന്നും അല്ല. അതൊക്കെ ഒക്കത്തിനും കാരണം ആ പെണ്ണ് വീട്ടുകാരാ. എന്റെ സ്വപ്നയുടെ പെണ്ണ് കണ്ടിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണതും അവർ നാട്ടുകാരുടെ അടുത്ത് ചോദിക്കും ആ പയ്യന്റെ സ്വഭാവം എങ്ങനെയാണ്. അതുകൊണ്ട് കല്യാണമൊക്കെ മുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ടോമിച്ചനായിട്ട് ഈ കല്യാണം മുടങ്ങുമെന്ന്. എന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്നലെ പെണ്ണ് കാണാൻ പോയ വീടാന്നറിയാമോ? എനിക്ക് സ്വപ്നം പറഞ്ഞാലേ അറിയാം. പറയാം. നമ്മളെ ശശികണ്ണില്ലേ, ഇലക്ട്രിക്കൽ ശശികണ്ണിന്റെ മോളെയാണ് ഞാൻ ഇന്നലെ കാണാൻ പോയത്. എനിക്കറിയാം. ആ ശശിയേട്ടനെ നിനക്ക് മാത്രമല്ല ടോമിച്ചിന് നന്നായിട്ട് അറിയാം. അപ്പൊ എന്തായാലും ശശികണ്ണൻ എന്നെ കുറിച്ച് ടോമിച്ചളിന്റെ അടുത്ത് ചോദിക്കും. പയ്യ എങ്ങനെയുണ്ട്, സ്വഭാവം നല്ല എങ്ങനെയാണോ എന്ന് ചോദിക്കും. അപ്പം എന്നെ കുറിച്ച് ടോമിച്ചളിയെ നല്ലത് പറയാം. എന്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയല്ലേ? ഓ ഒരു വഴിയുണ്ട്. പക്ഷെ എനിക്ക് ചുരിദാർ മേടിച്ചു തരണം. എത്ര ചുരിദാറാണോ നിനക്ക്? കല്യാണം കഴിഞ്ഞോട്ടോ അവളെ മൊത്തം ചുരിദാർ എടുത്ത് നിനക്ക് തരും. കല്യാണത്തിന് മുന്നേ എന്നൊക്കെ പറയും, കല്യാണം കഴിയുമ്പോ ഒക്കെ മറക്കും. ഇറങ്ങണേ. ഓ ഇച്ചായ. ശരി ഇച്ചായ. ഇല്ല ഇല്ല, ഉച്ചക്ക് ചോറൊക്കെ കൊണ്ടിട്ടേ പറഞ്ഞുള്ളൂ. എന്നെ സ്കൂളിലോട്ട് ആക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ തന്നെ ഇവിടെ കൊറേ പണിയുണ്ട് ഇച്ചായ. നമ്മുടെ മേലത്തെ റൂമിലെ ക്ലോസറ്റ് കുറച്ച് ലീക്ക് ഇല്ലേ, അത് ശരിയാക്കണം. ഇല്ലേ സ്വപ്നേട്ടാ? സ്വപ്നേട്ടൻ അറിയണമല്ലോ. അത് മാത്രമല്ല നമ്മളെ മറ്റേ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴേ മേലത്തെ അവിടെ ഒരു ബൾബ് കത്തണല്ല, അത് ശരിയാക്കണം. ഇല്ലേ? അത് വലിയ കോണിയൊക്കെ വേണ്ടേ? എന്തിനെ? അത് കയറി കേട്ട് തൂങ്ങിയാലും സ്വപ്നയുടെ ശരിയാക്കും. ഇല്ലേ സ്വപ്നേട്ടാ? പിന്നെ നമ്മളെ ബാക്കിലത്തെ മുള്ളുമുറിക്കില്ലേ, അത് അടുത്ത കാറ്റിൽ എന്തായാലും വീട് വെച്ചായ വീട്ടിന്റെ മണ്ടലാണ് വീണാല. സ്വപ്നേട്ടാ പറഞ്ഞ അത് വെട്ടിമുറിച്ച് നമുക്ക് വിറകായി തരാന്നില്ലേ സ്വപ്നേട്ടാ? പറ്റും പറ്റും. ഇല്ല പറ്റുകളെ ഒരു മറ്റേ ഇത്തരത്തിലുള്ള ഒരു വെട്ടത്തിൽ ഞാൻ പീസ് പീസാറ് ഭയങ്കര മുള്ളാണ് മൊത്തം. മുള്ളൊക്കെ ഞാൻ മാറ്റി കിട്ടും. അതൊക്കെ ചെയ്യും. നിനക്ക് ഈ ദേഹവനെങ്കിൽ അധ്വാനിക്കാൻ വലിയ ഒരു താല്പര്യമില്ലാത്ത ഒരാളല്ലേ? മാറി എടാ ഇപ്പോഴാണ് നീ നല്ലൊരു പുരുഷനായത്. അപ്പൊ നടക്കട്ടെ കാര്യങ്ങളാണ്. ശരി ശരി സന്തോഷമായല്ലോ. ഒരു കാര്യം കൂടെ, വീണ്ടും എനിക്ക് പണി വാങ്ങിച്ചു തരാൻ കല്യാണം നടക്കണ്ടേ? അല്ല, ഈ സ്വപ്നേട്ടൻ പറയുവാണേ, ഇച്ചാന്റെ അടുത്ത് പറയാൻ നാണം. ഇനി ഇച്ചാന്റെ പരിചയത്തിൽ ഏതെങ്കിലും വീട്ടില് കള പറിക്കാനോ പിന്നെ ബൾബ് നന്നാക്കാനോ ടാപ്പ് നന്നാക്കാനോ കിണറ് വൃത്തിയാക്കാനോ ഉണ്ടെങ്കിൽ എന്റെ സ്വപ്നേട്ടന്റെ പേര് പറയണേ. 10 വയസ്സ് കിട്ടിയപ്പോട്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ചായ? ജീവിക്കാനുള്ള ആഗ്രഹം. ജോലി ചെയ്യാതെ എനിക്ക് എന്ത് ജോലിയും ചെയ്യും. നീ കൊള്ളാനടേ. നോക്ക്, ആര് ചോദിച്ചാലും ഇനി സ്വപ്നേട്ടനെ കുറിച്ച് കുറ്റം പറയരുത്. നല്ല മനുഷ്യനാണ്, ജോലി എടുക്കണ പയ്യനാണ്, നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞോണം. പ്രത്യേകിച്ച് അതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രീഷ്യനും പ്ലംബിംഗ് വർക്കൊക്കെ അറിയാന്നുള്ള നല്ല പയ്യനാണെന്ന് പറയണം. സൽസ്വഭാവി എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ ഇട്ട് പറയണം. നല്ല പയ്യനെന്ന് പറയണേ. പിന്നെ ഞാൻ പറഞ്ഞൊരു പണി കിട്ടിയിട്ട് ആ പണിക്ക് നീ പോവാ, എനിക്കൊരു പണി ആവരുത്. പോണല്ലോ, നല്ലവനാണല്ലോ. ശരി ശരി, സ്വപ്നേട്ടൻ നല്ലവനായി. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോട്ടെ പോവാം. പിന്നെ ജോലിക്കിടയിൽ ചില സമയം കിട്ടണമെങ്കിൽ. സന്തോഷമാണല്ലോ അമ്മ. ഇനി കുറച്ചു നേരം ഇരിക്കാനാ? പിന്നെ ഈ പറഞ്ഞ പണിയൊക്കെ ആരെടുക്കും? ചുമ്മാ പിന്നെ കുറച്ചു നേരം ഇരുന്ന് കല്യാണം നടക്കണോ? ഓ കല്യാണം നടക്കണോ? പിന്നെ ഈ പറഞ്ഞ ജോലി അതിനപ്പുറം ജോലിയൊക്കെ ചെയ്യണം. ഇങ്ങോട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് എത്ര സമയമായിടി? മനുഷ്യന്റെ തൊണ്ട പൊട്ടു. എത്ര സമയം കൊണ്ട് ചോദിക്കണത് വെള്ളം? ഞാൻ ചെറിയത് എന്തോന്ന് വെള്ളം കൂടി? ഒരു ടാങ്ക് വെള്ളത്തിൽ കുടിക്കാണ്ട ജോലി നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ? അതെ, അളിയൻ്റെ അടുത്ത് പറഞ്ഞ ജോലിക്കാരെ അതൊരു ലിസ്റ്റ് ഉണ്ട്, അത് ചെയ്തു. നീ എന്തിനാ ഈ ലിസ്റ്റ് ഇല്ലാത്ത ആ വീടിന്റെ ബാക്ക് വശം എന്നെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചത്? അത് പിന്നെ കിഴിക്കാതെ കാര്യം പറ.
എന്റെ സ്വപ്നേട്ടാ ഇച്ചായൻ വന്ന് നോക്കുമ്പോ ഇച്ചായൻ പറഞ്ഞ ജോലി അല്ലാണ്ട് പറയാത്ത ജോലി നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് സ്വപ്നേട്ട ചെയ്തു ഇച്ചായനെ കൊണ്ട് പറയിപ്പിക്കണ്ടേ വേണ്ടേ? ഒന്നിലേലും നല്ല സുന്ദരിയായ ഒരു പെണ്ണെ കെട്ടാൻ വേണ്ടിട്ടല്ലേ? എൻ്റെ അല്ലേ 10-30 വീടുകൾ കയറി പെണ്ണും കണ്ട് ചായയും കുടിച്ച് കഴിയുമ്പോഴാണ് ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. ഇതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ പിന്നെയാണ് ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി എന്നുള്ളതായി. ഇപ്പൊ ഞാനും അങ്ങനെയാണ്. സ്വഭാവം നന്നായിരുന്ന കുഴപ്പമില്ല. അത് സത്യം. ഇച്ചായൻ വന്ന് ബാ. പിന്നെ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. എന്നോട്ട് എല്ലാ പണിയും ചെയ്യിപ്പിച്ചാണ്. എല്ലാം കൂട്ടി പറഞ്ഞോളാം. അതൊക്കെ ഞാൻ ഏറ്റു നടക്കങ്ങട്. പോയോ സ്വപ്ന? സ്വപ്ന അയ്യോ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ സ്വപ്നേട്ടാ. ആ ഞാൻ വീട്ടില ഇപ്പൊ വിളിക്കാവേ. ഓ ശരി 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 ശരി. എന്നിട്ട് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കും. നീ ഉറങ്ങിയ ഉറങ്ങിയാന്നാ എന്തോ ആളിയാ പറയണത്? ഞാൻ ഇന്ന് ഈ വീട്ടിൽ ചെയ്ത ജോലി ഉണ്ടല്ലോ, അളി അറിഞ്ഞല്ല ഞെട്ടിപ്പോവും. പറഞ്ഞു ഓടി അങ്ങോട്ടൊക്കെ. ആ ഇന്ന ഇവിടുത്തെ ജോലി മുഴുവൻ സ്വപ്നേട്ടൻ ചെയ്ത് ചായ. ബൾബ് മാറ്റി പിന്നെ ടാപ്പ് ശരിയാക്കി എല്ലാം ചെയ്ത്. അതൊക്കെ ചീളളിയാ വേട്ടി നക്കറു മുക്കറാക്കി ആക്കി വെച്ചിട്ടുണ്ട്. പീസാക്കി വെച്ചിട്ടുണ്ട്. കണ്ടു കൈയുണ്ടോ? ഇങ്ങനെ കണ്ണിച്ചോറല്ല പറ മുള്ളു കൊണ്ടോ വെട്ടിയപ്പോ ഇങ്ങനെ മുള്ളു കൊണ്ടോ. പിന്നെ തെക്കേ ഭാഗത്ത് കുറെ ആക്രി ഇടുന്നില്ലേ, അതൊരു ആക്രിക്കാരൻ വന്നപ്പോ മൊത്തം 200 കിട്ടി. 200 പൈസ വിറ്റളഞ്ഞു. അയാളടുത്ത് വഴക്കൂടി 200 രൂപ ഒപ്പിച്ച്. ഞാൻ രാവിലെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വെറുതെ പറയുന്നതായിരിക്കും. അളിയാ എനിക്കിപ്പോ അത്യാവശ്യമുണ്ട്, ഒരു പണിയായിട്ടുണ്ട്. പിന്നെ അളിയന്റെ പരിചയത്തിൽ ഏതെങ്കിലും പണി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് തരണം. ഞാൻ നല്ല വെളുപ്പായിട്ട് ചെയ്ത് കൊടുക്കും കേട്ടാ. എന്തോന്നു നീ കണ്ടിട്ടില്ല 500 രൂപ എന്റെ അളിയന്റെ എന്റെ സഹോദരന് വീട്ടിൽ പണി ഞാൻ പൈസ വാങ്ങിക്കാനാ. അങ്ങോട്ട് പോകറ്റ് വേണമെങ്കിൽ കത്തി എടുത്തൊരു കുത്തു അല്ലെങ്കിൽ ഒരു അടി എഴുതാം. പക്ഷേ ഈ പൈസ എടുത്ത് വാങ്ങിക്കാൻ പറയരുത്. സ്നേഹം രണ്ടാമത്. സ്വപ്നകുമാറെ, നീ ഒരു വീട്ടിൽ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് അളിയനോ പെങ്ങളോ മച്ചമ്പിയോ ഒന്നും നീ നോക്കേണ്ട കാര്യമില്ല. അവിടെ നീ അധ്വാനിച്ചതിന്റെ കൂലി ആണാ പൈസ എണ്ണി വാങ്ങിച്ചിരിക്കണം. അളിയ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വേണ്ട, ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അളിയ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നല്ല കാര്യം മാത്രമേ പറയാം. ശരി ഓക്കെ. അത് വാങ്ങിക്കും. അതാണ് എന്റെ സ്വപ്നേട്ടൻ. എന്തായാലും നമുക്ക് സ്വപ്നേട്ടൻ കാരണം 700 ലാഭം കിട്ടിയില്ലേ? 700? ഓ ഇപ്പൊ പണി ചെയ്ത 500, ആക്രിക്കാരന്റെ 200. 700 രൂപ കിട്ടി. സംഭവം തന്നെയാണ്. ചുരിദാർ വാങ്ങിച്ചെന്നാ മതി. വാ. എന്ത് പാട്ടി വരച്ച് അതേ ഉള്ളു ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ പറഞ്ഞത്. അതിന്റെ സ്വപ്ന പറയട്ടെ ആള് ഉള്ളതല്ല. അത് ഇത്രയും ഗംഭീരമായിട്ട് പണി ചെയ്തിട്ട് ഞാൻ 500 എടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അവൻ നന്നായി തോന്നണം കേട്ടോ. ഇപ്പഴേ മനസ്സിലായില്ല. പക്ഷെ ഇനി വേണം ശ്രദ്ധിക്കാം കേട്ടോ. ഈ ഒരു സ്പിരിറ്റ് അവന്റെ കയ്യിൽ നിന്ന് പോകരുത്. ഞാന് വേറൊരാളെ ഏർപ്പാടാക്കി അവനെ നാളെ പണിക്ക് അയക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ അതെന്തായാലും നന്നായി. സ്വപ്നേന്റെ അടുത്ത് ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇച്ചായന്. എനിക്ക് ആരോടാണ് ഇഷ്ടക്കേട്? അവൻ എന്തെങ്കിലും ഇതുപോലുള്ള ഗുരുത്തക്കേട് കാണിക്കും, ഞാൻ മുഖത്ത് നോക്കി പറയും. അത് അവന്റെ നല്ലതിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. അല്ല നിന്റെ അമ്മാവന്റെ മോനവിടെ ഞാൻ അവന് അസൂയുള്ളതുകൊണ്ടോ ദേഷ്യമുള്ളതുകൊണ്ടോ എനിക്ക് അവനോട് വെറുപ്പുള്ളതുകൊണ്ടോ ഒന്നും അല്ല. ഇപ്പൊ ചെയ്ത് എന്തായാലും നന്നായി. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ ഇലക്ട്രീഷ്യൻ ശശികണ്ണനെ കണ്ടേട്ടാ. കണ്ടാ? എപ്പോ കണ്ടാ? ശശികണ്ണൻ ഞാൻ ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത്. എന്നിട്ട് നമ്മളിങ്ങനെ വീട്ടുകാർ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്ന സമയത്ത് ശശികണ്ണൻ എന്താ ചോദിച്ചേ, സ്വാമി സാറേ നിങ്ങളെ ഒരു വകയിലൊരു അളിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോണ്ട് ലതേരെ അമ്മാവന്റെ മോനാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നവന് പണി? ഞാൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകുന്നൊന്നുമില്ല. നന്നായിട്ട് പ്ലംബിങ്ങും വയറിംഗ് ഒക്കെ ചെയ്യുമെന്ന്. നന്നായിട്ടൊന്നും പറഞ്ഞില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ നമുക്ക് ശശികണ്ണന്റെ കൂടെ പണി കഴിച്ചാൽ നന്നായി. ഞാൻ പേടിച്ചു പോയി. നിശ്ചയ അങ്ങനെ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ജോലിക്കും കൂടിക്കൊന്നും പോവാത്ത ഒരുത്തനാണെന്ന് പറയുമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്തായാലും നന്നായി. പിന്നെ നിന്റെ സ്വപ്നാവാനായിട്ടല്ലേ രാവിലെ പറഞ്ഞു അവന് ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ ശശികണ്ണന്റെ കൂടെ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ട്. സ്വപ്നേട്ടൻ ഇങ്ങോട്ട് വാ. ഒരു സന്തോഷം. എന്തോന്നു
നീ നിന്ന് ഇരയ്ക്കാതെ കാര്യം എന്തെന്ന് പറയണ കാര്യം ഒന്ന് പറഞ്ഞതല്ലേ? നോക്കൂ, ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്നേ. ഇന്ന് ഇച്ചാനെ മറ്റേ ശശി ആ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ സ്വപ്നേട്ടനെ കുറിച്ച് കൊറേ കാര്യങ്ങൾ പറഞ്ഞു. പ്ലംബിംഗ് അറിയാം, വയറിംഗ് അറിയാം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞല്ലേ. അറിഞ്ഞു. മാത്രമല്ല നിന്നെ നാളെ കൂടെ പണിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അറിഞ്ഞു. എന്റെ കല്യാണം മുടക്കിട്ട് ഇവിടെ വന്നിട്ട് കൂടെ കല്യാണം ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞേ. ജോലിക്ക് കൊണ്ടുപോകാനാ? ആ ശശിയേട്ടൻ നിന്റെ കൂടെ കൂട്ടാന്ന് പറഞ്ഞാ എന്റെ കല്യാണം മുടക്കിട്ടാ ജോലിക്ക് കൊണ്ടുപോണേ. കല്യാണം ഞാൻ മുടക്കി. എന്താണ് എളുപ്പ? അയ്യോ എന്തെന്ന് പറയണേ? ഓ ഇച്ചായ ഇങ്ങനെ കിതക്കാതിരി. ശശിയേട്ടനില്ലേ, ശശിയേട്ടന്റെ മോളെ സ്വപ്നേട്ട പെണ്ണ് കണ്ട്. നിനക്കറിയാമോ? എന്റെ ജീവിതത്തിൽ കരയാനല്ല, സങ്കടമുണ്ട് എനിക്ക്. എന്റെ ജീവിതത്തിൽ ഈ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരേ ഒരു പെണ്ണാണ്. ആ കല്യാണമാണ് നിങ്ങൾ മുടക്കിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താന്ന് നീ തെളിച്ച് പറ. എന്തോ കാര്യം പറ. നീ ഈ കാളക്കൂത്തിനെ പോലെ കിടക്കാതെ കാര്യം എന്താ തുറന്നു? ഒരു കാര്യം അറിയാതെ സംസാരിക്കും പോലെ അല്ലെ ശശിയേട്ടനൊന്ന് പറഞ്ഞത്. ഞാൻ ശശിയേട്ടൻ പറഞ്ഞു. നീ കിടന്ന് ഉള്ളാതെ ശശിയേട്ടൻ ഞാൻ പറഞ്ഞു അവനെ കൂടെ ഒന്ന് പണിക്ക് കൂടെ കൊണ്ടുപോകും. അത്ര പറഞ്ഞോളാം. കാരണം പറഞ്ഞില്ലേ? വേറെ എന്ത് പറഞ്ഞു? നാളെ വേണമെങ്കിൽ കൂട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോളാം. ഞാൻ വെള്ളമടിക്കാൻ പറഞ്ഞില്ലേ? എനിക്ക് കള്ളു വാങ്ങിച്ചാലല്ലേ പറഞ്ഞില്ലേ? അയാൾക്ക് പറഞ്ഞിട്ടാണ് രാവിലെ കള്ളു വാങ്ങിച്ചു കൊടുക്കരുത്, വൈകുന്നേരം വേണമെങ്കിൽ പണി കഴിഞ്ഞാൽ ഷെയർ കഴിച്ചോണേ. ഓരോ കല്യാണം ഇപ്പൊ അവസാനമായിട്ട് എനിക്കിഷ്ടം, എന്നെ ഇഷ്ടപ്പെട്ട ഒരു കല്യാണം വന്നത്. അതിനെ ഞാൻ തൊലച്ചിട്ട് ദുഷ്ടൻ. നീ ശശിയണ്ണന്റെ മോളെ പെണ്ണ് കണ്ട കാര്യം എനിക്ക് അറിഞ്ഞൂടല്ലോ. അത് കുഴപ്പമില്ല. എന്തിനും വെള്ളം അടിക്കുന്ന കാര്യം പറഞ്ഞു. പണിയുടെ കാര്യം പറയാൻ പോയാ പണിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? അയാള് എന്റെ അടുത്ത് നിന്നെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചെന്തെന്നറിയാമോ, പണിക്ക് കൂടെ കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അവൻ നന്നായിട്ട് ജോലി ചെയ്യും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവൻ രാവിലെ കള്ള് വാങ്ങിച്ചു കൊടുക്കരുത്, വേണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം നിനക്ക് രണ്ടെണ്ണം അടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾ അടിച്ചോളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് കത്തെടുത്തൊരു കുത്തായിരുന്നറിയാ. ഇവന്റെ കാര്യം എന്തോന്ന് പോട്ടെന്ന് എന്റെ കല്യാണം പോയതാ. എടാ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. വരും, നീ വരും, ഇതുപോലെ തന്നെ പോവുകയും ചെയ്യും. ശരി, പോയത് പോട്ടെ. എന്റെ കാശ് എന്റെ പണിക്കാശ് എടുക്കാൻ ഞാൻ പണി ചെയ്തോടെ മാട് പോലെ കിടക്കുന്ന പണി ചെയ്ത കാശെടു. ഞാൻ നേരത്തെ 500 വേണ്ടതല്ലേ നീ പറഞ്ഞ? 500 രൂപ ഇവിടെ പണി ചെയ്താനാ? 2000 രൂപ. 2000 രൂപ പിന്നെ അല്ലേ? നിനക്ക് വേറെ ആവശ്യമുണ്ട്. നീ എന്നെ കക്കൂസ് പോയിട്ട് ബാക്കി എല്ലാവരും കഴിപ്പിച്ചു. ഈ വീട് ചുറ്റും കഴിപ്പിച്ചു. നീ എന്നെ പൈസ എന്റെ പൈസ ജോലി ചെയ്ത പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. ജോലി പൈസ പറയാൻ മാറ്റ പൈസ എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോവും. പക്ഷേ എനിക്കല്ലേ പോയാ എവിടെന്നെങ്കിലും ഞാൻ വാങ്ങിച്ചടിച്ചിട്ട് ഞാൻ തിരിച്ചു വരക്കൊണ്ട് വാങ്ങിച്ചടിച്ചു. പിന്നെ എന്താണ് സംഭവം എനിക്കറിഞ്ഞു. 2000 രൂപ എന്ന് ചുമ്മാ ഒരു പൈപ്പ് എടുത്ത് വെച്ച് നന്നാക്കി 2000 രൂപ കൊടുക്കാൻ ഞാൻ പോണോ? നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? സ്വന്തം അളിയന്റെ പെങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്ത് 5 പൈസ വാങ്ങിക്കൂല എന്നാണ് നീ നേരത്തെ പറഞ്ഞത് കേട്ടാ. അപ്പൊ അളിയൻ എന്താ പറഞ്ഞേ? ആരെടുത്ത് ജോലി ചെയ്താലും എവിടെ ജോലി ചെയ്താലും ആദ്യം വേറെ വീട്ടിൽ ജോലി ചെയ്താലും ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും അണാ പൈസ തെറ്റാതെ പൈസ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? അളിയാ അളിയന്റെ വാക്കട്ടല്ല, ഞാൻ തെറ്റിക്കൂല. അളിയാ എന്റെ കല്യാണം മുടങ്ങിയില്ലേ? കല്യാണം കഴിഞ്ഞാലേ നിനക്ക് ഇതിനേക്കാളും ഉച്ചത്തിൽ കരയേണ്ടി വരും.